എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡാനിഷ് ബട്ടർ കുക്കീസ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുക്കിയാണ്. ഇതുപോലെ ടിന്നിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും, പല ഷേപ്പുകളിലുള്ളത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ മെൽറ്റായി പോകുന്ന രീതിയിലുള്ളൊരു കുക്കിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് 8 ടേബിൾ സ്പൂൺ വെണ്ണ വേണം, അതായത് ബട്ടർ. ഉപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ഇതിന് വേണ്ടത്. ഫ്രിഡ്ജിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ മുന്നേ ഇതെടുത്ത് നോർമലാക്കി വെക്കുക. എന്നാൽ ഈ ബട്ടർ ഉരുക്കിയെടുക്കാൻ പാടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. ഈ ബട്ടറിലേക്ക് നമ്മളിനി പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് വാങ്ങിക്കാൻ കിട്ടും, അതും എടുക്കാം. നമ്മളിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 75 ഗ്രാമാണ് വന്നിട്ടുള്ളത്. ഈ കുക്കി തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അളവ് തന്നെയാണ്. നിങ്ങൾ ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഒന്നുകൂടെ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഗ്രാമിൽ തന്നെ അളന്നെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാരയും അതുപോലെ ബട്ടറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീറ്റർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാറ്റിലയോ വിസ്കോ തടിത്തുകയോ എന്ത് വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീറ്ററാണ് എടുക്കുന്നത്. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടിത്തവിയോ വിസ്കോ ഒക്കെ എടുക്കാവുന്നതാണ്. ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. നമ്മളിതിൽ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നില്ല, മുട്ടയുടെ വെള്ളയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള ചേർക്കുമ്പോൾ ഈ കുക്കിക്ക് നല്ലൊരു വൈറ്റിഷ് കളർ കിട്ടും. മഞ്ഞ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കി ഒന്ന് മഞ്ഞയായിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് 1 കപ്പ് മൈദയാണ്. 250 മില്ലിയുടെ ഒരു കപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 16 ടേബിൾ സ്പൂണാണ്. മൈദ കുറേശ്ശെയായിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഇതിൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചൊന്ന് ലൂസായ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനിയൊരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. ഈ മാവ് തയ്യാറാക്കുമ്പോൾ ഇത് ഒരുപാട് ലൂസാകാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പം 1 കപ്പും 3 ടേബിൾ സ്പൂണുമാണ് നമ്മൾ മൈദ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇനി പൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഈ കുക്കിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പൈപ്പ് ചെയ്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കിയുടെ ഡോ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പല ഷേപ്പിലുള്ള നോസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൈപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ റോസറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു പൈപ്പിംഗ് നോസിലാണ് നമ്മളിപ്പോൾ ആദ്യം എടുക്കുന്നത്. അത് വെച്ചിട്ട് ഒന്ന് പൈപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് പൈപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിവിടെ 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊക്കെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു നോസിൽ വെച്ചിട്ട് പല ഷേപ്പിൽ നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം, ചുറ്റിച്ചെടുക്കാം, അതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ മറ്റൊരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഷേപ്പിലാണ് നമ്മളിപ്പോൾ പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മളിത് ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ 8 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇവിടെ എടുത്തിരിക്കുന്ന സമയം. അപ്പോൾ ഈ സമയം അവൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും വേരി ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളം ഇത് വേണ്ടി വരും. അതുപോലെ നമ്മളിത് ഒരുപാടങ്ങ് ബ്രൗൺ ആക്കിയിട്ടല്ല എടുക്കുന്നത്. കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ട് തന്നെ ഇത് വരും. ഇത് ബിസ്ക്കറ്റ് പോലെ അങ്ങനെ കട്ടിയായിട്ടുള്ളൊരു കുക്കിയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കിയാണ്. വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കുക്കീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡാനിഷ് ബട്ടർ കുക്കീസിൻ്റെ സെയിം ടേസ്റ്റാണ്, അതുപോലെ തന്നെ സെയിം ടെക്സ്ചറുമാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവൊക്കെ കൃത്യമായിട്ട് തന്നെ എടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. മാവ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസാനും പാടില്ല, ഒരുപാട് കട്ടി കൂടാനും പാടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്